എല്ലാവർക്കും നാടൻ ഹോബിയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ സുനിത വിനോദ്. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു കേക്കാണ്, വാനില ബട്ടർ കേക്കാണ്. ഈ കേക്ക് അത്രയ്ക്കും ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും. ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ അരിച്ചെടുക്കാം. മൈദ 2 കപ്പ്, ബേക്കിംഗ് പൗഡർ 2 ടീസ്പൂൺ, ഉപ്പ് 1 നുള്ള. ഇവിടെ ബേക്കിംഗ് സോഡ ഉപയോഗിച്ചിട്ടില്ല, ബേക്കിംഗ് പൗഡർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്താൽ മതി. അരിച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ മാറ്റി വയ്ക്കാം. എന്നിട്ട് വേറൊരു ബൗളിലെടുത്തിട്ട് ബട്ടർ ബീറ്റ് ചെയ്യാം. 350 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഫ്രിഡ്ജിൽ വച്ചതാണെങ്കിൽ റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം മാത്രം യൂസ് ചെയ്യുക. ബട്ടർ നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റായി വരുമ്പോഴത്തേക്ക് പൗഡേർഡ് ഷുഗറും കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഷുഗർ പൊടിക്കുമ്പോൾ ഇപ്പോൾ 1 കപ്പ് ഷുഗർ പൗഡറാണ് വേണ്ടതെങ്കിൽ ഒരു 3/4 കപ്പ് പൊടിച്ചാൽ മതിയാവും. അപ്പോൾ പൊടിക്കുമ്പോഴത്തേക്ക് 1 കപ്പ് കിട്ടും നമുക്ക്. നന്നായി ബീറ്റായിട്ടുണ്ട്. ഇനി എഗ്ഗ് ചേർക്കാം. 4 എഗ്ഗ് വരെ ആവാം ചെറുതാണെങ്കിൽ. വലിയ എഗ്ഗാണെങ്കിൽ 3 എണ്ണം മതിയാകും. ഇനി എഗ്ഗും കൂടെ ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി ബീറ്റായിട്ടുണ്ട്. ഇനി മിൽക്കും കൂടെ ആഡ് ചെയ്യാം. ഇനി ഒരു 3/4 കപ്പ് ചെറിയ ചൂടുള്ള മിൽക്ക് ചേർക്കാം. നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി ബീറ്റായിട്ടുണ്ട്. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടതിന് ശേഷം ഒരു സ്പാച്ചുല വെച്ച് സ്ലോലി മിക്സ് ചെയ്യാം. വാനില എസൻസ് 1 ടീസ്പൂൺ. നേരത്തെ മിക്സ് ചെയ്യേണ്ടതായിരുന്നു എഗ്ഗ് ബീറ്റ് ചെയ്യണ സമയത്ത്, അപ്പോൾ മറന്നുപോയി. പിന്നെ ചേർത്താലും മതി. കേക്ക് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി കേക്ക് ഉണ്ടാക്കുന്ന മോൾഡിലേക്ക് ബാറ്റർ ഒഴിക്കാം. എന്നിട്ട് 2-3 പ്രാവശ്യം ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്യണം. ഞാൻ സ്റ്റൗവിലാണ് കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത്. സ്റ്റൗവിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു കടായിയാണ് ഉപയോഗിക്കുന്നത്. കടായിയുടെ പുറത്ത് ഒരു റിങ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്യണം. എന്നിട്ട് ഒരു 35 മിനിറ്റ്സ് ബേക്ക് ചെയ്യണം. മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്യണം. അത് മീഡിയം ഫ്ലെയിമിൽ. ചിലപ്പോൾ ടെമ്പറേച്ചർ 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ വ്യത്യാസം വന്നേക്കാം. ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചോണം. ഒരു 25 മിനിറ്റ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഒന്ന് മൂടി തുറന്ന് നോക്കിയാൽ മതി. ചൂട് കാണും, ശ്രദ്ധിച്ച് വേണം തുറക്കാൻ. അപ്പോഴത്തേക്ക് തന്നെ കേക്കിൻ്റെ ആയെങ്കിലൊരു മണമൊക്കെ വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കി, അല്ലെങ്കിൽ കൂർത്ത നൈഫിൻ്റെ എഡ്ജ് കൊണ്ട് കുത്തി നോക്കി ചെയ്താലും മതി. ആയിട്ടുണ്ടെങ്കിൽ അതിൽ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരുന്നാൽ കേക്ക് റെഡി എന്നാണ് അതിൻ്റെ അർത്ഥം.
കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് നോക്കാം. അടിപൊളി കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണിത്. എല്ലാവരും ട്രൈ ഔട്ട് ചെയ്യൂ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. താങ്ക് യു.